നമ്മുടെ തൊടികളിലൊക്കെ കാണുന്ന ഒരു ചീര വെച്ചൊരു അടിപൊളി തോരൻ ഉണ്ടാക്കിയാലോ നമുക്ക്? നമ്മുടെ മഷിത്തണ്ട് ചീരയെന്നോ അല്ലെങ്കിൽ എന്താ കുപ്പച്ചീര എന്നൊക്കെ പറയുന്ന ഒരു ടൈപ്പ് ചീര. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സാമ്പാർ പരിപ്പ് നമ്മൾ ഒന്ന് വേവിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അത് വേവുന്ന സമയം കൊണ്ട് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ഒരു സവാള കൊത്തി അരിഞ്ഞതും കൂടെ ഒന്ന് മാറ്റി അങ്ങ് വെച്ചു. ഈ സമയം കൊണ്ട് നമ്മുടെ തോരൻ പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് മാറ്റി ഒരു ചട്ടിയിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ച് കടുകിട്ട് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഒരു വറ്റൽമുളകും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ സവാളയും പച്ചമുളകും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചീര നന്നായിട്ടൊന്ന് അരിഞ്ഞെടുത്തത് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരാവശ്യത്തിന് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. അതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് അതിൽ ചേർക്കാനുള്ള അരപ്പിനായിട്ട് ഒരു അരമുറി തേങ്ങ ചിരകിയതും ഒരു 2-3 വെളുത്തുള്ളിയും ഒരു 2 കൊച്ചുള്ളിയും ഒരു ഒറ്റ പച്ചമുളക് മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ചെറിയ ജീരകം, എരിവിന് ഒരല്പം കുരുമുളക് പൊടിയും കളറിനും കുറച്ച് കാശ്മീരി മുളക് പൊടിയും ചേർത്ത് ഒന്ന് ചതച്ചങ്ങെടുക്കുക. നമ്മൾ ആ സമയം കൊണ്ട് വാട്ടാൻ വെച്ചിരിക്കുന്ന നമ്മുടെ ചീരയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന തോരൻ പരിപ്പും നമ്മൾ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന അരപ്പൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ഉപ്പ് വേണമെങ്കിൽ ഒരല്പം ഉപ്പൂടെ ചേർത്ത് എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി തോരനാണ് കേട്ടോ. ചോറുണ്ണാൻ ഈ ഒരു തോരൻ മാത്രം മതിയാകും, വേറെ ഒരു തോരൻ്റെ ആവശ്യം നമുക്കില്ല.